നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ൽ ഗണ്യമായ തോതിൽ മുസ്ലിങ്ങൾ കുറഞ്ഞു വരുന്നതായി പാർട്ടി റിപ്പോർട്ട് പറയുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പുറത്തുവന്ന പാർട്ടിയുടെ റിപ്പോർട്ടിലാണ് മുസ്ലിങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങളുടെ, മുസ്ലിം സഖാക്കളുടെ എണ്ണം പാർട്ടിയിൽ ഗണ്യമായ തോതിൽ കുറഞ്ഞു വരുന്നുവെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പാർട്ടി വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു കാലത്ത് നല്ല രീതിയിൽ മുസ്ലിം ജനസംഖ്യ പാർട്ടിയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങൾ പാർട്ടിയിലുണ്ടായിരുന്നു. പാർട്ടിയുടെ ആക്റ്റീവ് മെമ്പർഷിപ്പിൽ തന്നെ മുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഗണ്യമായ തോതിൽ മുസ്ലിങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നു. മെമ്പർഷിപ്പിൽ ഉള്ളവർ പോലും അത് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പാർട്ടി ഇപ്പോൾ വിവിധ ഘടകങ്ങളിൽ ചർച്ച ചെയ്തു വരികയാണ്. മുസ്ലിം ജനസംഖ്യ അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം പാർട്ടിയിൽ കുറയുന്നത് ഉത്തര കേരളത്തിൽ പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലം സമ്മേളനത്തെ തുടർന്ന് പാർട്ടി ചർച്ച ചെയ്യുന്ന ഈ റിപ്പോർട്ടിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് നന്നേ കുറഞ്ഞുവെന്നും ഉള്ള ആളുകൾ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പാർട്ടി അംഗത്വം പുതുക്കാതിരിക്കുന്നുവെന്നും അത് വലിയ ഒരു പ്രശ്നം പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുമാണ് ഈ റിപ്പോർട്ടിന് മേൽ നടന്ന ചർച്ചയിൽ പറയുന്നത്. ഈ ജില്ലകളിൽ മാത്രമല്ല, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലും മുസ്ലിം ജനസംഖ്യ അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം, പാർട്ടി മെമ്പർമാരുടെ എണ്ണം CPM-ൽ ഗണ്യമായ തോതിൽ കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് പാർട്ടി രേഖ വ്യക്തമാക്കുന്നത്. കൊല്ലം സമ്മേളനത്തിന്റെ തുടർച്ചയായി ഈ രേഖ വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്യപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായം തന്നെ ആ പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നെല്ലാം ഉയർന്നിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പോലും CPM-ന്റെ മെമ്പർഷിപ്പിൽ മുസ്ലിം വിഭാഗങ്ങളുടെ തോത് ഗണ്യമായി കുറയുന്നുവെന്നും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നുമാണ് പാർട്ടി ഘടകങ്ങളിൽ നടന്ന ചർച്ചകളിൽ മനസ്സിലാക്കുന്നത്. കോഴിക്കോടും വയനാട്ടിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളെ ജില്ലാ സെക്രട്ടറി ആക്കിയത് തന്നെ ഇത്തരത്തിലുള്ളൊരു ചോർച്ച അല്ലെങ്കിൽ ഇടിവ് തടയാൻ വേണ്ടിയിട്ടാണെന്നും പാർട്ടി നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മോഹനൻ മാഷ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ KK ലതികയുടെ പരാമർശങ്ങളും ഒക്കെ പാർട്ടിയിലെ ചില മുസ്ലിം വിഭാഗങ്ങൾക്ക് വലിയ അസംതൃപ്തി ഉണ്ടാക്കിയെന്നും അതിനുശേഷം പലരും മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നു എന്നൊക്കെ കോഴിക്കോട് നിന്നുള്ള പാർട്ടി നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എത്ര ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ തന്നെയും കോഴിക്കോട് അങ്ങനെ മോഹനൻ മാഷ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPM-ലെ മുസ്ലിം അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു ചർച്ച അവിടെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും മുസ്ലിം അംഗങ്ങൾ പൊതുവിൽ പാർട്ടിയിലേക്ക് വരുന്നില്ല, അവർ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല, പാർട്ടി അംഗങ്ങളായി തുടരുന്നില്ല എന്ന് തുടങ്ങിയ ചർച്ചകൾ വലിയ കാര്യമായ തോതിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര എന്നുള്ള ആരോപണം അതിശക്തമായി കേരള രാഷ്ട്രീയത്തിൽ അലയടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുസ്ലിം പിന്തുണ അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങൾ പാർട്ടിയിൽ നന്നായി കുറഞ്ഞു വരുന്നത്. ഏതാണ്ട് 20 വർഷം മുമ്പ് 2006 തെരഞ്ഞെടുപ്പിലൊക്കെ വളരെയധികം മുസ്ലിം അംഗങ്ങൾ, പാർട്ടി അംഗങ്ങൾ, മുസ്ലിം മതവിശ്വാസികളിൽപ്പെട്ട പാർട്ടി അംഗങ്ങൾ CPM-ൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2020 ശേഷം അത് കുറഞ്ഞു വരുന്നു. പക്ഷേ അതേസമയം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും മെമ്പർഷിപ്പിൻ്റെ എണ്ണം കൂടുന്നതായും പാർട്ടി രേഖ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ധാരാളം പുതിയ ചെറുപ്പക്കാർ CPM-ൽ അംഗങ്ങളായി ചേരുന്നുണ്ട്. ക്രൈസ്തവ മേഖലയിൽ CPM-ൽ അംഗത്വം വർദ്ധിക്കുമ്പോൾ മുസ്ലിം മേഖലകളിൽ CPM അംഗത്വം കുറയുന്നത് ഒരു ഇംബാലൻസിന് കാരണമാകും. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കണമെന്നും ഹിന്ദു പാർട്ടി എന്നുള്ള പ്രതിച്ഛായയിൽ ഊന്നി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനെടുത്ത തീരുമാനം ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെങ്കിലും പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ ഈ പാർട്ടി രേഖകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുസ്ലിം മെമ്പർഷിപ്പ്, മുസ്ലിം മതവിശ്വാസികളായ പാർട്ടി അംഗങ്ങളുടെ എണ്ണം കേരളത്തിലെ CPM-ൽ നല്ല തോതിൽ കുറഞ്ഞു വരുന്നതായി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.